നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികളൊക്കെ പര്യടനത്തിലാണ്, വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ്. അതിനിടയിൽ മാധ്യമ പ്രവർത്തകരോട് അവർ സംസാരിക്കുന്നുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ, അവരുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് പാലക്കാട് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ വിശേഷങ്ങളിലേക്കാണ്. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. പര്യടനം, അതുപോലെ തന്നെ അവിടുത്തെ മുൻ MLA, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ അടക്കമുള്ളവരെ അവരോട് സംസാരിച്ച വിഷയങ്ങളൊക്കെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു. തൻ്റെ പദ്ധതികൾ, ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയുണ്ട് എന്നതടക്കമുള്ള പ്രതികരണമാണ് രമേശ് പിഷാരടി നടത്തിയിരിക്കുന്നത്. മുൻഗാമികൾ തുടങ്ങിവെച്ച നല്ല കാര്യങ്ങൾ തുടരുമെന്നും ഇവിടുത്തെ മത്സരം BJPയും UDFും തമ്മിലാണെന്നും വളരെ ആത്മവിശ്വാസമുണ്ട് താൻ ജയിക്കുമെന്നാണ് രമേശ് പിഷാരടിയുടെ പ്രതികരണം. ഈ പ്രചാരണ സമയത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അവർ ചോദിക്കും സ്ഥാനാർത്ഥികളോട് പല കാര്യങ്ങളും. പാലക്കാടിനെ സംബന്ധിച്ച് അവിടുത്തെ ഏറ്റവും വലിയ വിവാദം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ലൈംഗിക ആരോപണ പീഡന കേസുകളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ രമേശ് പിഷാരടിക്ക് നേരെ ഉണ്ടായോ എന്ന് മാധ്യമങ്ങൾ രമേശിനോട് ചോദിക്കുന്നു. അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ്: പ്രചാരണത്തിന് പോയപ്പോൾ രാഹുലിനെ കുറിച്ച് നിലവിൽ ഇതുവരെയും ആരും ഒരു ചോദ്യങ്ങളും തന്നോട് ചോദിച്ചിട്ടില്ല. ആ ചോദ്യം താൻ പ്രതീക്ഷിച്ചതാണ്. മുൻ MLA പറ്റി, താനൊരു കോൺഗ്രസ്സുകാരനാണ്, മുൻ MLAയും കോൺഗ്രസ്സുകാരനാണ്. അപ്പോൾ പാർട്ടി പ്രവർത്തകനായ ഒരു MLA ഇത്തരത്തിൽ ആരോപണങ്ങളിൽ പെടുമ്പോൾ അതിനുശേഷം വരുന്ന ഒരു വ്യക്തിയോട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ചോദ്യം താൻ പ്രതീക്ഷിച്ചതുമാണ്. പക്ഷേ രാഹുലിനെ കുറിച്ച് ആരും ഒരു ചോദ്യവും അല്ലെങ്കിൽ ഒന്നും തന്നോട് ചോദിച്ചിട്ടില്ല. പ്രചാരണത്തിന് രാവിലെ മുതൽ വൈകുന്നേരം വരെ താൻ പോകുന്നുണ്ട്, എത്രയോ ആളുകളെ കാണുന്നുണ്ട്. പക്ഷെ അവരാരും രാഹുലിനെ കുറിച്ച് തന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഇവിടെ വരുന്നതിന് മുന്നേ താൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് രാഹുൽ തന്നോട് പറഞ്ഞത് 20ഓളം വീട് വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടി താൻ തുടങ്ങിയിരുന്നു. അതിൽ 3 വീടുകൾ താൻ നൽകിയിട്ടുണ്ട്, 12ഓളം വീടുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട്, ഇനിയും വീടുകൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്, വീടുകൾ നൽകേണ്ടതായിട്ടുണ്ട്. ആ പരിപാടി തുടരണം എന്നായിരുന്നു രാഹുൽ തന്നോട് പറഞ്ഞത്. എന്തായാലും താൻ മറുപടി നൽകി. ഉറപ്പായിട്ടും താൻ ജയിക്കുകയാണെങ്കിൽ, ജയിച്ചു വരുമ്പോൾ ആ പദ്ധതി തുടരുമെന്ന് രമേശ് പിഷാരടി രാഹുൽ മാങ്കൂട്ടത്തിന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. രാഹുൽ അവസാന ദിവസങ്ങളിൽ രമേശ് പിഷാരടിക്ക് വേണ്ടി പ്രചാരണത്തിന് എത്തുമോ എന്ന ചോദ്യം ഉയർന്നു. അത് തനിക്ക് അറിയില്ല എന്നായിരുന്നു രമേശിന്റെ മറുപടി. രാഹുലിന്റെ ലൈംഗിക ആരോപണത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ രമേശിനോട് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അത് തന്നോട് ചോദിക്കേണ്ട ചോദ്യമല്ല, ആരുടെയും പിൻഗാമിയല്ല. ജനാധിപത്യ വ്യവസ്ഥയാണ് ഈ തിരഞ്ഞെടുപ്പ്. അപ്പോൾ അവിടെ ആരുടെയും പിൻഗാമിയായിട്ടല്ല, അല്ലെങ്കിൽ രാഹുലിന്റെ പിൻഗാമിയായിട്ടല്ല താൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ഇന്ന ഒരാൾ പിൻഗാമിയാണെന്ന് പറയാൻ അവകാശപ്പെടാനില്ല. ആരുടെയും പിൻഗാമിയായിട്ടല്ല. ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. ആ പ്രക്രിയയിൽ നടക്കുന്ന കാര്യങ്ങളാണിത്. അത് മറ്റൊരാളുടെ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് രമേശ് പിഷാരടി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല BJP UDFും തമ്മിലാണ് പാലക്കാട്ട് മത്സരം നടക്കുന്നത്. ത്രികോണ മത്സരം ഇല്ല. 2 പേർ തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് നടക്കുന്നതെന്നാണ് രമേശ് പിഷാരടിയുടെ പ്രതികരണം. ആളുകളെ കാണുന്നുണ്ട്, ആളുകൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, അവർക്ക് കൈകൊടുക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ എല്ലാവരുടെയും പ്രതികരണം നല്ല രീതിയിലാണ് എന്നാണ് രമേശ് പിഷാരടിയുടെ പ്രതികരണം. മുൻഗാമികൾ തുടങ്ങി വെച്ച നല്ല കാര്യങ്ങൾ നടത്തും. പാലക്കാട് നേതാക്കൾ, അതായത് UDF നേതാക്കൾ തനിക്ക് നല്ല രീതിയിൽ പിന്തുണ നൽകുന്നുണ്ട്. താൻ ഇപ്പോൾ വന്ന ആളാണ്, രാഷ്ട്രീയത്തിലെ കന്നി അംഗമാണ്. പക്ഷെ അത്തരത്തിലൊരു തുടക്കക്കാരൻ എന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ് അല്ല തനിക്ക് കിട്ടുന്നത്. നല്ല രീതിയിൽ തന്നെ അവിടുത്തെ മുതിർന്ന നേതാക്കൾ അടക്കം തന്നെ നല്ല രീതിയിൽ സ്വീകരിക്കുന്നുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. മണ്ഡലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മണ്ഡലം തനിക്ക് അപരിചിതമായിട്ടുള്ള സ്ഥലമല്ല, താൻ വന്നു പോയിട്ടുള്ള, കുട്ടിക്കാലത്തൊക്കെ ചെലവഴിച്ചിട്ടുള്ള ഇടമാണ്. പക്ഷേ ഒരു മത്സരത്തിനിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ മണ്ഡലത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. തനിക്കെതിരെ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ആരോപണമാണ് താനൊരു സിനിമാ നടൻ എന്നത്. അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് തന്നെ വലിയ രീതിയിൽ തനിക്കെതിരെ അതൊരു ആയുധമാക്കി പ്രചരിക്കുന്നുണ്ട്. ഇവിടെ വക്കീലന്മാർ, ഡോക്ടർമാർ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികളൊക്കെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ട്, അവർ മത്സരിക്കുന്നുണ്ട്, വിജയം നേടുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് സിനിമാ നടന് മത്സരിച്ചുകൂടാ? സിനിമ മേഖലയിൽ നിന്ന് ഒരു വ്യക്തിക്ക് ഒരു പാർട്ടിയിലേക്ക് വന്ന് മത്സരിച്ചുകൂടാ എന്ന ചോദ്യമാണ് രമേശ് പിഷാരടി ചോദിക്കുന്നത്. കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്നത് തന്നെ അഭിമാനമാണ്. പാർട്ടിയുടെ മോശം സമയത്ത് പാർട്ടിക്കൊപ്പം നിന്ന ആളാണ് താൻ. ഇങ്ങോട്ട് വിളിച്ച് പ്രചാരണത്തിന് വരാമെന്ന് സിനിമയിൽ നിന്ന് തന്നെ പലരും പറയുന്നുണ്ട്. താൻ എപ്പോഴും പറയാറുള്ളത് പോലെ തനിക്ക് വേണ്ടി പ്രചാരണത്തിന് വന്ന് അവരുടെ രാഷ്ട്രീയ നിലപാട് ഉറക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒരു സൈബർ ആക്രമണത്തിലേക്ക് തള്ളിവിടാൻ താൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട്
തന്നെ പലരോടും താൻ വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ധൈര്യസമേതം പാർട്ടി നിലപാട് പറഞ്ഞ വ്യക്തിയാണ് താനെന്ന് പലരും തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അതായത് രമേശ് പിഷാരടി, നിങ്ങളൊരു കോൺഗ്രസ്സുകാരനാണ്, നിങ്ങൾ തുറന്നു പറഞ്ഞല്ലോ, അത് വലിയ അഭിനന്ദനീയമായ കാര്യമാണ്, വളരെ ധൈര്യമുള്ളവർക്ക് അത് സാധിക്കൂ എന്നതടക്കമുള്ള ഒരു പ്രതികരണം നടത്തുന്നവരുണ്ട്. പക്ഷെ ആ പ്രതികരണം കേൾക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ താൻ നടുങ്ങുകയാണ്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നമുക്ക് നമ്മുടെ രാഷ്ട്രീയം തുറന്നു പറയുന്നതിൽ എന്തിനാണ് ധൈര്യം, അല്ലെങ്കിൽ തുറന്നു പറയാതിരിക്കാൻ ധൈര്യക്കേട്, തുറന്നു പറയുന്നത് ധൈര്യമാണ് എന്ന് പറയുന്നതിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ ജനാധിപത്യ രാജ്യത്താണ്, നമുക്ക് രാഷ്ട്രീയ നിലപാടുകളുണ്ട്. അത് തുറന്നു പറഞ്ഞാൽ പിന്നെ സംഭവിക്കാവുന്ന കുറേ ഭവിഷ്യത്തുകളുണ്ട്. ആ ഒരു സ്ഥിതിക്കൊരു മാറ്റം ഉണ്ടാകണം. നമ്മുടെ പാർട്ടി ഏതാണെങ്കിലും നമ്മുടെ രാഷ്ട്രീയം എന്താണെന്ന് തുറന്നു പറയാൻ നമുക്ക് സാധിക്കണം. ഇപ്പോഴും വോട്ട് വരെ ഒളിച്ചു ചെയ്യുന്നവരാണ് നമ്മൾ. നമുക്കറിയാം, വോട്ടിന് അത്രയും മറച്ച് ആണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു രഹസ്യാത്മകത സൂക്ഷിക്കുന്നുണ്ട് ഓരോ വ്യക്തികളുടെ. പൊളിറ്റിക്സ് എന്താണ്, അതിനൊരു രഹസ്യാത്മകതയുണ്ട്. ഈ നാട്ടിൽ നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം ഇതാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന പാർട്ടിയിലാണ് വിശ്വസിക്കുന്നത്, ഇന്ന പാർട്ടിയിലുള്ള വ്യക്തിയാണ്, ഇന്ന പാർട്ടിക്ക് താൻ വോട്ട് നൽകൂ, ഇന്ന പാർട്ടിയുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആദർശങ്ങളിലാണ് തനിക്ക് വിശ്വാസമുള്ളത്, ആ പാർട്ടിയുടെ ആദർശങ്ങളാണ് താൻ പിന്തുടരുന്നത് എന്നൊരു പൗരൻ ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയണം. പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലകളിൽ സിനിമാ താരങ്ങൾ അവരുടെ രാഷ്ട്രീയമൊക്കെ ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടിക്കാർ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയത്തിലുള്ള വ്യക്തികൾ ആ വ്യക്തിയെ പിന്നെ സൈബർ ആക്രമണം ചെയ്യുന്ന, വ്യക്തിഹത്യ ചെയ്യുന്ന, അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശിക്കുന്ന കാഴ്ചയൊക്കെ പതിവ് കാഴ്ചയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരണം എന്നൊരു നിലപാടാണ് രമേശ് പിഷാരടി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും താൻ ഉറച്ച് വിശ്വസിക്കുന്നു, തനിക്ക് പാലക്കാട് സ്വാധീനം ചെലുത്താനാകും, പാലക്കാട് താൻ വിജയിക്കുമെന്ന ഉറച്ച വിശ്വാസം തനിക്കുണ്ട് എന്നാണ് രമേശ് പിഷാരടി പറയുന്നത്. നമുക്കറിയാം, അദ്ദേഹം നേരത്തെയും പലതരത്തിലുള്ള രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് തനിക്കെതിരെ വന്നവർക്ക് നേരെയൊക്കെ അദ്ദേഹം കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. ഈ ഇടയ്ക്ക് വലിയ വിവാദമായതാണ് മുതിർന്ന CPM നേതാവ് തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവരുടെ ആരോപണങ്ങൾ. അതായത് അദ്ദേഹം ഒരു കോമാളിയാണ് എന്ന തരത്തിലുള്ള ഒരു ആരോപണം വന്നിരുന്നു. എന്നു മുതലാണ് കലയും കലാകാരനും CPM-ന് കണ്ണിന് കണ്ടുകൂടാത്തവരായതെന്നായിരുന്നു പിഷാരടിയുടെ മറുചോദ്യം. തങ്ങൾക്കൊപ്പം നിൽക്കാത്തവരൊക്കെ വെറുക്കപ്പെട്ടവരെന്ന പ്രത്യയശാസ്ത്രം അവർ പ്രചരിപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിനൊപ്പം പറയാനായി അനാവശ്യ ചർച്ചകളും പ്രതികരണങ്ങളും നടത്താൻ താനില്ല. തനിക്ക് സംസ്കാരമുണ്ടെന്നും അത് സമരം ചെയ്താൽ കിട്ടുന്ന ഒന്നല്ലെന്നുമായിരുന്നു രമേശ് പിഷാരടി പറഞ്ഞത്. എന്തായാലും അഖിൽ മാരാറിനൊക്കെ അദ്ദേഹം മറുപടി നൽകുന്നുണ്ട്. എന്തായാലും പോര് മുറുകുകയാണ്. സ്ഥാനാർത്ഥികളും ഒട്ടും പിന്നിലല്ല വാക്പോര്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.